അന്ന് മിയയ്ക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. കാരണം അവൾ ജീവിതത്തിലാദ്യമായി ഒരു വലിയ പ്രകൃതി പാഠമാണ് പഠിച്ചത്. ഓരോ ജീവിയും അവനവന് വേണ്ടി ആഹാരം തേടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം പ്രകൃതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും അവർ ജോലി ചെയ്യുന്നു. ഇത് അവൾക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു. കുറച്ചു നേരം തേനീച്ചയെ നോക്കിയിരുന്ന മിയയ്ക്ക് വീണ്ടും ഒരു സംശയം തോന്നി. അമ്മേ, ഇനി എന്താ? ഈ തേനീച്ച പൂമ്പൊടി കൊണ്ടുപോയി, പക്ഷെ നമ്മുടെ മരത്തിലെ വിത്തുകൾ എങ്ങനെയാ വേറെ സ്ഥലത്തെത്തുന്നത്? തത്തമ്മയൊന്നും പറഞ്ഞില്ല. പകരം താഴേക്ക് നോക്കി. അവിടെ ഒരു പഴുത്ത കായ കിടക്കുന്നുണ്ടായിരുന്നു. അതിനടുത്തേക്ക് കുഞ്ഞനണ്ണാൻ ഓടി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ കായ എടുത്തു. പിന്നെ അതുമായി ദൂരേക്ക് ഓടിപ്പോയി. മിയ ഞെട്ടി. അമ്മേ, എന്താ? അതെ, ആ കായയും കൊണ്ട് കുഞ്ഞിനെണ്ണാൻ പോകുന്നു. മിയ വീണ്ടും ചിറകുകൾ വിടർത്തി. നീ ഓടിക്കേണ്ട കുഞ്ഞിനെണ്ണാനെ, അതവൻ എടുത്തോട്ടെ. അമ്മത്തത്ത പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നത്തെ പാഠം ഇതുവരെ മനസ്സിലായില്ലേ മോളെ? മിയ ചിറകുകൾ പതുക്കെ താഴ്ത്തി. ഓ, അവളുടെ മുഖത്ത് വീണ്ടും കൗതുകം നിറഞ്ഞു. ഇതിലും എന്തോ രഹസ്യമുണ്ടല്ലോ. ഉണ്ട്. മിയ എണ്ണാൻ പോയ വഴിയിലേക്ക് നോക്കി. പിന്നെ ചോദിച്ചു, അമ്മേ, ഒരാൾക്ക് സ്വന്തം കാര്യം ചെയ്യുമ്പോഴും മറ്റൊരാൾക്ക് നന്മ ചെയ്യാൻ പറ്റുമോ? അമ്മത്തത്തയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. എത്ര കൊച്ചു കുട്ടിയാണ് മിയ. പക്ഷെ അവൾക്ക് കാണുന്നതിൻ്റെ എല്ലാം രഹസ്യമറിയാം. അവൾക്ക് ചുറ്റും കാണുന്നതിൻ്റെ രഹസ്യമറിയാനുള്ള ജിജ്ഞാസയുണ്ട്. അമ്മ പറഞ്ഞു. തീർച്ചയായും പറ്റും മോളെ. എങ്ങനെ? നീ പഠിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. പക്ഷെ നീ പഠിച്ച ഒരു കാര്യം കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുത്താൽ അവൾക്ക് ഉപകാരപ്പെടും. നീ കളിപ്പാട്ടങ്ങൾ ഒതുക്കി വെച്ചാൽ അമ്മയ്ക്ക് ജോലി കുറയും. നീയൊരു വിത്ത് നട്ടാൽ എനിക്ക് ചെടി കിട്ടും. മിയ ഒന്ന് നിർത്തി. പിന്നെ ആവേശത്തോടെ പറഞ്ഞു, പക്ഷികൾക്ക് തണലും കിട്ടും. അതെ, മിയ സന്തോഷത്തോടെ ചോദിച്ചു. അപ്പോൾ നല്ല കാര്യം ചെയ്യാൻ വലിയ ആളാകേണ്ടതില്ല ഇല്ലേ അമ്മേ? ഇല്ല മോളെ. വലിയ പണവും വേണ്ട, വലിയ ശക്തിയും വേണ്ട, അതും വേണ്ട. പിന്നെ അമ്മത്തത്ത പതുക്കെ പറഞ്ഞു, നമ്മുടെ ചെറിയ പ്രവർത്തികൾ മറ്റൊരാളുടെ ജീവിതത്തെ എങ്ങനെ സ്പർശിക്കുന്നുവെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. മിയ മിണ്ടാതിരുന്നു. അണ്ണാൻ അപ്പോഴേക്കും കായയുമായി വളരെ ദൂരെ എത്തിയിരുന്നു. അമ്മേ, പക്ഷേ അത് നമ്മുടെ കായ എവിടേക്കാ കൊണ്ടുപോകുന്നത്? അമ്മത്തത്ത ചിരിച്ചു. അത് നമുക്ക് നാളെ നോക്കാം. മിയ രണ്ട് ചിറകുകളും അരയിലൊതുക്കി നിന്നു. അമ്മേ, ഈ പ്രകൃതിക്ക് എന്തെല്ലാം കാര്യങ്ങളാ പറയാനുള്ളതല്ലേ? അമ്മത്തത്ത ചിരിച്ചു. മോളെ, ഈ പ്രകൃതി എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ. പക്ഷേ നമ്മളിത് ശ്രദ്ധിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ഓരോന്നായി കേൾക്കാൻ തുടങ്ങുന്നത്. മിയ താഴേക്ക് നോക്കി. അണ്ണാൻ അപ്പോഴേക്കും കായയുമായി ദൂരെ എത്തിയിരുന്നു. നാളെ അന്വേഷിക്കാനുള്ള പുതിയൊരു രഹസ്യം കിട്ടിയ സന്തോഷത്തിൽ മിയയും അതിൻ്റെ പിന്നാലെ പറന്നു. നമ്മുടെ ചെറിയൊരു പ്രവൃത്തി പോലും മറ്റൊരു ജീവൻ്റെ വളർച്ചയ്ക്ക് കാരണമാകാം. നമ്മൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ ഈ ലോകത്തിന് തിരികെ എന്തെങ്കിലും നൽകാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കഥ ഇഷ്ടമായോ? കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? നിങ്ങളെങ്ങനെ നിങ്ങളെ സന്തോഷത്തോടെ കരുതുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾ ചുറ്റുമുള്ളവർക്കും ഓരോ നിമിഷവും ഇടപെടുന്നവർക്കും എന്തെല്ലാം തിരികെ കൊടുക്കും? ഇതാണ് ഇന്നത്തെ ചോദ്യം, നിങ്ങളിൽ ജിജ്ഞാസ ഉണർത്തുന്ന ചോദ്യം. താങ്ക് യു.